നമസ്കാരം. ഫെബ്രുവരി മാസഫലത്തിൽ മകരം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് ഈ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. മാസത്തിൻ്റെ തുടക്കം നിങ്ങൾക്ക് വളരെ നല്ല സമയം തന്നെയായിരിക്കും. എന്നാൽ നിങ്ങളുടെ ചില പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു മാസം തന്നെയായിരിക്കും ഈ ഒരു മാസം. സന്തോഷങ്ങൾ ഒരുപാട് ജീവിതത്തിൽ കടന്നു വരും. നിങ്ങൾ ഒരുമിച്ച് ഈ ഒരു പ്രവൃത്തി, അതായത് നിങ്ങളുടെ കൂടെ നിന്ന് പാർട്ണർഷിപ്പായിട്ട് നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികൾക്കും വിജയം, അതായത് ബിസിനസ് സംബന്ധമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വിജയമുണ്ടാകും. അതുപോലെ ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർക്ക് വിജയമുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. നിങ്ങളുടെ തീരുമാനങ്ങൾ എളുപ്പത്തിൽ ഏറ്റെടുക്കുകയും അതിൽ നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കുകയും അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ്. ഈ കാലയളവിൽ നിങ്ങളുടെ കുടുംബങ്ങൾക്കിടയിൽ കുടുംബ അംഗങ്ങൾ നിങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കുന്നു, പിന്തുണയ്ക്കുന്നു, നിങ്ങളുടെ കൂടെ നിൽക്കുന്നു, നിങ്ങൾക്ക് ബഹുമാനം നൽകുന്നു, എന്ത് കാര്യത്തിലും നിങ്ങളെ ഉൾപ്പെടുത്തുന്നു. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് കരുതി നിങ്ങളുടെ കാര്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു. കുടുംബത്തിനുള്ളിൽ നല്ലൊരു സന്തോഷവും സമാധാനവും അംഗീകാരങ്ങളും ബഹുമാനങ്ങളോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു മാസം തന്നെയാണ്. ജോലിയിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് ജോലി സംബന്ധമായിട്ടുള്ള ഓഫീസിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ മുഖാന്തരം പരിഹരിക്കപ്പെടുവാൻ സാധിക്കും. ഫലം പ്രതീക്ഷിക്കാതെ നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികളും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം കൂടുതൽ ഫലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും. അത് ഡയറക്റ്റ് ആയിരിക്കില്ല, ഇൻഡയറക്റ്റും ഒരുപാട് സഹായം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ക്ഷമാശീലമില്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ എത്ര തന്നെ നല്ല നല്ല കാര്യങ്ങളും നല്ല അനുഭവങ്ങളും ജീവിതത്തിൽ വന്നാലും ക്ഷമയില്ല, മറ്റുള്ളവരുടെ ദേഷ്യം സ്വഭാവം, സംസാരം മൂലം പ്രശ്നം, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാൻ പറ്റാത്ത സ്വഭാവമാണ്, ഏത് കാര്യത്തിലും പെട്ടെന്ന് ദേഷ്യം വരിക, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താലും നിങ്ങളുടെ സംസാരം മൂലം അതെല്ലാം നെഗറ്റീവിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതാണ് സംസാരം മൂലം പല പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. സംസാരം, എടുത്തുചാട്ടം, ദേഷ്യം, തൻ്റെ ഇടം, അഹങ്കാരം, ചങ്കൂറ്റം, ഇതെല്ലാം കുറച്ച് കാലത്തേക്ക് മാറ്റി വയ്ക്കുക. വികാരങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് നമ്മളത് ബാധിക്കുക തന്നെ ചെയ്യും. പഠനം പൂർത്തീകരിക്കുവാൻ സാധിക്കും. പഠനം പൂർത്തീകരിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ജോലി അന്വേഷിച്ച് നടക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അംഗീകാരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഐശ്വര്യപരമായിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ വിജയം ഉണ്ടാകുക തന്നെ ചെയ്യും. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് വളരെ അനുകൂലമായ സാഹചര്യം തന്നെയാണ്. സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും. എന്നാൽ അതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. കുടുംബാംഗങ്ങളുടെ പിന്തുണ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. സ്വാധീനവും കഴിവുമുള്ള കൂട്ടുകാർ വരികയും അത് മുഖാന്തരം നിങ്ങൾക്ക് ലാഭമുണ്ടാകുകയും ചെയ്യും. ശത്രുനാശം ഈ സമയം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ശത്രുക്കളെല്ലാം നശിച്ചു പോവുകയും അല്ലെങ്കിൽ ശത്രുക്കൾ നിങ്ങളുടെ സുഹൃത്തുക്കളായി വരികയും ശത്രുത മാറി നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന സാധ്യതയാണ്. അത് ശത്രുക്കൾ നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ അവരില്ലാതെയാകും എന്നല്ല, അവർക്ക് നിങ്ങളോടുള്ള ശത്രുത ഇല്ലാതെയാകുന്നു. അവർ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നു. ഈ ഒരു മാസത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കാം, സ്വാമിയുടെ ക്ഷേത്ര ദർശനം നടത്താം. സ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ചെയ്താൽ നേട്ടവും വിജയവും അംഗീകാരവും നമ്മൾക്ക് വളരെ ഈസിയായി ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. നിങ്ങൾ ഈ ഒരു മാസത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക. സുബ്രഹ്മണ്യ സ്വാമിയെ
ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, വിട്ടുകളയരുത്. ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാൻ അഭിഷേകം നടത്തുക, ക്ഷേത്ര ദർശനം നടത്തുക, പുഷ്പാഞ്ജലികൾ നടത്തുക. സുബ്രഹ്മണ്യ സ്വാമി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നേട്ടം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും.